നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യമാണ് തുർക്കി. അതുമാത്രമല്ല, ഇന്ത്യയെ നേരിടുന്നതിന് ഡ്രോണുകൾ പാകിസ്ഥാന് നൽകിയതും ഈ തുർക്കിയാണ്. എന്തായാലും വെടിനിർത്തലിന് പിന്നാലെ തുർക്കി വിരുദ്ധ വികാരം ഇന്ത്യയിൽ ശക്തമാവുകയാണ്. തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിനും വലിയ പ്രചാരണം ലഭിക്കുന്നുണ്ട്. ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ നീക്കമാണ് ഇന്ത്യയിൽ തുർക്കി വിരുദ്ധ വികാരം ആളിക്കത്തിച്ചത്. മുംബൈ ബ്രിഹൈമൈ കോർപ്പറേഷൻ ലൈഫ് ഗാർഡുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ച തുർക്കി കമ്പനിയുടെ റോബോട്ടിക് ലൈഫ് ബോയ് വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ജൂഹു ബീച്ച് ഉൾപ്പെടെ മുംബൈയിലെ 6 ബീച്ചുകളിലേക്കാണ് റോബോട്ടിക് ലൈഫ് ബോയ് വാങ്ങാനായി നിശ്ചയിച്ചിരുന്നത്. എന്തായാലും ഈ തീരുമാനം വന്നതോടെ ഇതുവഴി തുർക്കി കമ്പനികൾക്ക് നഷ്ടം വന്നിരിക്കുന്നത് 64 ലക്ഷം രൂപയുടെ ഓർഡറാണ്. പൊതുവെ മഹാരാഷ്ട്രയിലെ ബിസിനസ്സുകാർ ഒറ്റക്കെട്ടായി തുർക്കിക്കെതിരെ നീങ്ങുകയാണ്. അതായത് ഇന്ത്യക്കെതിരെ നീങ്ങിയ തുർക്കിക്കെതിരെ ഇന്ത്യക്കാർ ഒരുമിച്ച് നീങ്ങുകയാണ്. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന യന്ത്രമാണ് റോബോട്ടിക് ലൈഫ് ബോയ്. റോബോട്ടിക് കൈകളും ക്യാമറയുമുള്ള ഉപകരണം വെള്ളത്തിനടിയിലേക്ക് ഊളിയിടും. മുങ്ങിത്താഴുന്ന വ്യക്തിയെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കും. 200 കിലോഗ്രാം വരെ പൊക്കാനുള്ള ശേഷി ഈ റോബോട്ടിക് ലൈഫ് ബോയ്ക്കുണ്ട്. പാകിസ്ഥാന്റെ സഖ്യകക്ഷിയെ പോലെ പെരുമാറുന്ന തുർക്കിയുടെ കമ്പനി ഇന്ത്യയിലെ നിരവധി പ്രധാന വിമാനത്താവളങ്ങൾ ഉയർന്ന സുരക്ഷാ ജോലികൾ ചെയ്യുന്നുണ്ട് എന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. സെലബി ഏവിയേഷൻ ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികളിൽ ഇൻഡിഗോ, എയർ ഇന്ത്യ എന്നിവയും ഉൾപ്പെടുന്നു. 2008 കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത്. പ്രതിവർഷം 58,000-ലധികം വിമാനങ്ങളും 5,40,000 ടൺ കാർഗോയും കൈകാര്യം ചെയ്യുന്നുണ്ട്. 7,800 ജീവനക്കാരുണ്ടെന്നും സെലബി ഏവിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു സംയുക്ത സംരംഭമായാണ് സെലബി ഇന്ത്യയിൽ പ്രവേശിച്ചത്. 1 വർഷത്തിനുള്ളിൽ സെലബി ഇന്ത്യയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ 2 സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. അതേസമയം തുർക്കി എയർലൈൻസുമായുള്ള കരാർ അവസാനിപ്പിക്കാൻ ഇൻഡിഗോയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ കരാർ അവസാനിപ്പിക്കാനാണ് നിർദ്ദേശം. തുർക്കി എയർലൈൻസിൽ നിന്നും 2 ബോയിങ് 777 വിമാനങ്ങൾ ഇൻഡിഗോ ലീസിനെടുത്തിട്ടുണ്ട്. മെയ് 31 വരെ പെർമിറ്റ് ഉണ്ടായിരുന്നു എങ്കിലും 6 മാസത്തേക്ക് കാലാവധി നീട്ടാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കാലാവധി നീട്ടാൻ മന്ത്രാലയം വിസമ്മതിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള വിമാന തടസ്സം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ ഓഗസ്റ്റ് 31 വരെ ഇൻഡിഗോയ്ക്ക് 3 മാസത്തെ കാലാവധി നൽകിയിട്ടുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇത് പിന്നീട് നീട്ടില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എന്തായാലും തുർക്കിയുമായി ഒരു ഇടപാടിനും ഇന്ത്യ തയ്യാറാകില്ല എന്ന തീരുമാനമാണ് ഇതിന് പിന്നിൽ